ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു മിനി സ്ക്രാപ്പ് ബുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. സ്ക്രാപ്പ് ബുക്ക് കംപ്ലീറ്റ് അല്ല, സ്ക്രാപ്പ് ബുക്കിൻ്റെ ഔട്ടർ പേജാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് തമ്പനയിലാണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മെഡിസിൻ ബോക്സ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ മിനി സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സിമ്പിളാണ് കേട്ടോ, നമുക്ക് അധികം കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഞാനൊരു മെഡിസിൻ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ബോക്സാണ്. അപ്പോൾ ഈ സൈസിലുള്ളതും പിന്നെ നമുക്ക് പല സൈസിലുള്ള മെഡിസിൻ ബോക്സുകൾ കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാനിതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ കണ്ടോ, നമുക്കിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ ഒരുപാട് ചെറിയ ചെറിയ ബോക്സ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊരു കത്രിക യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. സാധാരണ നമ്മൾ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ കാർഡ്ബോർഡ് പീസസ് സൈസിന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇങ്ങനെയാകുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഇതാ കണ്ടോ, കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ബേസിക് കിട്ടും. പിന്നെ അത് നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറോ ഗ്ലിറ്ററിങ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലൊരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെന്തോ 10 രൂപ എന്തോ ആണ് റേറ്റ് വരുന്നത്. A4 സൈസിലുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ മെഡിസിൻ ബോക്സിൻ്റെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കാൻ ഫെവിക്കോൾ മതിയാവും കേട്ടോ. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പേ നമ്മളതിൻ്റെ സൈസൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്പുറത്തും 4 സൈഡിലും കുറച്ച് സ്പേസ് വേണം, കാരണം നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ സ്ക്രാപ്പ് ബുക്കുകൾ. അത് പല സൈസിലും വരുന്നുണ്ട്, മിനി സൈസിൽ വരുന്നുണ്ട്, പിന്നെ എല്ലാ സൈസുകളിലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇങ്ങനെയുള്ള സ്ക്രാപ്പ് ബുക്കുകൾ ഓർഡർ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റിംഗ് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അഫോർഡബിൾ റേറ്റിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സ്ക്രാപ്പ് ബുക്കുകൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ, അതായത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്യാവുന്ന രീതിയിൽ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ചുളിവും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗം കാണാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിലുള്ള ഭാഗവും കവർ ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ട ആ രീതിയിൽ നമുക്ക് പേജസൊക്കെ സെറ്റ് ചെയ്യാം. ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ 2 സൈഡിലും കൂടി ഒരു ചെറിയൊരു ജൂട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജൂട്ട് ത്രെഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ വെച്ചിട്ട് നമുക്കതിൻ്റെ പുറം ഭാഗം ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബോസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം, എങ്ങനെ ക്രിയേറ്റീവായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതെല്ലാം ഒട്ടിച്ചിട്ടുള്ളത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ സെക്യൂറാക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ 3D പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് കട്ടിയുള്ളതും വെച്ചിട്ട് ഐ ലവ് യു എന്നുള്ള ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ അത് കുറച്ച് കട്ടിയുള്ളത് വെച്ചിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മിനി സ്ക്രാപ്പ് ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ഔട്ടർ ബോക്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം.
ഇനി ഉള്ളിലുള്ള പേജസും കൂടി സെറ്റാക്കിയാൽ നല്ല അടിപൊളി സ്ക്രാപ്പ് ബുക്ക് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.